സദസ്സിലുമുള്ള സംഘാടകരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വലിയ കാലതാമസം നേരിട്ടതിന് ശേഷം വൈകിയതിനു ശേഷം മാത്രമാണ് കരുനാഗപ്പള്ളി SKSSന്റെ ആഭിമുഖ്യത്തിലുള്ള മേഖലാ സമ്മേളനവും മനുഷ്യകാലിക പ്രചരണ പരിപാടിയുടെയും ഔപചാരികമായ ഉദ്ഘാടനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത്. വളരെ വൈകിയത് ഉണ്ടായിട്ടുള്ള അസൂകര്യം വളരെ വലുതാണെന്ന് എനിക്കറിയാം. ഒഴിവാക്കാൻ കഴിയാത്ത ഒരു സംഘടനാ കമ്മിറ്റിയിൽ പൂർണ്ണസമയം ഇരിക്കേണ്ടി വന്നതുകൊണ്ടാണ് കൃത്യമായി പരിപാടിയിൽ ചടങ്ങിൽ എത്തിച്ചേരാൻ കഴിയാൻ പോയത്. 7:30 മണിയോടുകൂടി എത്തിച്ചേരാമെന്നാണ് ഞാൻ സംഘാടകരെ ഇന്ന് അറിയിക്കുന്നതെങ്കിൽ പോലും അത് കഴിഞ്ഞ് വീണ്ടും ഏതാണ്ട് 1 മണിക്കൂർ വൈകിയാണ് സത്യത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഇന്ന് എത്തിച്ചേരാൻ കഴിയുന്നത്. ആ അസൗകര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയതിൽ സദയം ക്ഷമയും ഖേദവും ഞാൻ ആദ്യമായി പ്രകടിപ്പിക്കുകയാണ്. മുഖ്യ പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പൈസി അവர்கள் അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞവസാനിപ്പിച്ച വിഷയം ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ മതവിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രബലമായ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ. സമസ്ത കേരള ജംഇയ്യത്ത് ഉലമയുടെ ആഭിമുഖ്യത്തിൽ അല്ലെങ്കിൽ ജംഇയ്യത്ത് ഉലമയുടെ രക്ഷകർത്തൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമെന്ന നിലയിൽ എക്കാലവും ധാർമ്മിക മൂല്യങ്ങളോടുകൂടി അല്ലെങ്കിൽ ധാർമ്മികാടിത്തറയുള്ള വിദ്യാഭ്യാസത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വൻ വിദ്യാഭ്യാസ ശൃംഖല തന്നെ കേരളത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ സമസ്ത കേരള ജംഇയ്യത്ത് ഉലമയ്ക്കും സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ അടക്കമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും വയനാട് ജില്ലയിലും കാസർഗോഡ് ജില്ല അടക്കമുള്ള ജില്ലകളിലുള്ള വിവിധ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ നേരിട്ട് പോകാനും അവിടുത്തെ പരിപാടികളിൽ പങ്കെടുക്കാനും അവസരമുണ്ടായ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കരുനാഗപ്പള്ളി പട്ടണത്തിലെ ബഹുജനങ്ങളെ പ്രത്യേകമായി സാക്ഷ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആയിരക്കണക്കിന് 10,000-കണക്കിന് യത്തീം കുട്ടികൾ അടക്കമുള്ള കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും അതുപോലെ ആധുനിക കമ്പ്യൂട്ടർ വിദ്യാഭ്യാസവും IT വിദ്യാഭ്യാസവും ഉൾപ്പെടെയുള്ള അത്യന്താധുനികമായ സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ പ്രയോജനം കേരളത്തിലെ യത്തീം മക്കൾക്ക് കൂടി ലഭ്യമാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോഴിക്കോട് ആരംഭിക്കാൻ പോകുന്ന എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമുച്ചയം തന്നെ കാന്തപുരം ബഹുമാനായിട്ടുള്ള കാന്തപുരം ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ അബൂബക്കർ മുസ്ലിയാർ അവരുടെ നേതൃത്വത്തിൽ ഭാവനാസമ്പന്നമായ വിദ്യാഭ്യാസ വികസന പദ്ധതിക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. പ്രസംഗത്തോടൊപ്പം തന്നെ പ്രവർത്തിക്ക് തുല്യമായ പരിഗണനയും പ്രാധാന്യവും കൊടുത്തുകൊണ്ട് ധാർമ്മിക വിദ്യാഭ്യാസത്തിൽ ഊന്നൽ നൽകിക്കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുന്ന മഹത്തായ ഒരു സന്നദ്ധ സാമൂഹ്യ പ്രസ്ഥാനമായി ആത്മീയ പ്രസ്ഥാനമായി സമസ്ത കേരള ജംഇയ്യത്ത് ഉലമയും അതിന്റെ രക്ഷകർത്തൃത്വം അംഗീകരിക്കുന്ന സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷനും മാറിത്തീർന്നിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്, അഭിനന്ദനകരമാണ്. SKSSന്റെയും അതുപോലെ തന്നെ SYSന്റെയും ഒക്കെ നിരവധി സമ്മേളനങ്ങളിൽ ഇതുപോലെയുള്ള സാംസ്കാരിക സംരംഭങ്ങളിലെ ഒക്കെ സംബന്ധിക്കാൻ അവസരമുണ്ടായിട്ടുള്ള ജനപ്രതിനിധി എന്ന നിലയിൽ ആ പ്രവർത്തനങ്ങളെ എത്രമാത്രം പ്രകീർത്തിച്ചാലും അഭിനന്ദിച്ചാലും മതിയാകില്ല എന്നതാണ് വ്യക്തിപരമായ അഭിപ്രായം, കാഴ്ചപ്പാട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കാസർഗോഡ് നിന്നും വടക്കൻ കേരളത്തിൽ നിന്നും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചൊരു വലിയ പ്രചരണ ജാഥ ക്യാമ്പയിൻ. അതിന് ഏതാണ്ട് ഒരു 10 പതിറ്റാണ്ടിന് മുമ്പാണ്, 7-8 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ ക്യാമ്പയിനുകളിൽ സ്നേഹത്തിലുള്ള മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കുക എന്ന സന്ദേശവുമായി സംഘർഷഭരിതമായിരുന്ന കേരളത്തിന്റെ സാമൂഹികാന്തരീക്ഷത്തിൽ മനുഷ്യ മനസ്സുകളെ സ്നേഹത്തിന്റെ ചങ്ങലയിലൂടെ കോർത്തിണക്കാൻ വേണ്ടി
വളരെ ക്ഷമിക്കണം. ഞാൻ തെറ്റിദ്ധരിച്ചാണ് ഞാൻ സംസാരിച്ചത്.